C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കൊറേ കാലം കഴിഞ്ഞുള്ള നിന്റെ റീ എൻട്രി അല്ലേ, പൊളിച്ചേക്കണം. പിന്നെ അല്ലാതെ വിഷ്ണു ആശാന്റെ കാര്യത്തിന് കുറവ് വരുത്തോ ഞാന്? ആരാടാ അവന്മാര്? അളിയ, നിനക്കവരെ മനസ്സിലായില്ലേ? ഇത് സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ കയ്യാളന്മാരാ. ദാസനും കമലിനും. ഇത് പണി തന്നെ ഉറപ്പാ. എന്തു പണി? ഇത് വെറും വിരട്ടല്ലേ. നിങ്ങൾ രണ്ടാള് ഇടവും വലവും ഉണ്ടായ മാത്രം മതി. ഇവന്മാരുടെ കഴപ്പങ്ങ് തീർത്തു കൊടുക്കാം ഇപ്പൊ തന്നെ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവനെ, ആ ബാലചന്ദ്രനെ അവനെ ഇങ്ങ് തന്നേക്ക്, എന്നിട്ട് നിങ്ങളെ വിട്ടോ. ഞങ്ങളുടെ രണ്ടാളുടെ ശവത്തെ ചവിട്ടിയാൽ നിനക്കൊക്കെ ബാലേന്ദ്രനെ തോന്നാൻ പറ്റും. ശരി, എന്നാ പിന്നെ നിന്നെയൊക്കെ ശവമാക്കാൻ ഒരു ആരാചാരെ പള്ളിമുക്കിന്ന് ഇറക്കിയിട്ടുണ്ട്. വിളിക്കാം ഞങ്ങള്. ജസ്റ്റിൻ ബ്രോ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആരുടെ ഇത്? ബാലേന്ദ്ര, ഞാൻ നോക്കിയിട്ട് നീ തന്നെ ഡീൽ ചെയ്യുന്നതാ നല്ലത്. അതെ, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. എനിക്കാണെങ്കിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ബാലേന്ദ്ര, വണ്ടി ഞങ്ങൾ കൊണ്ടുപോകണേ. പാടാ. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം. എടാ അത് പിന്നെ അപ്പോ ഇനി ഇടപാട് നമ്മൾ തമ്മില. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. ഇത് ആ പെണ്ണിനെ കല്യാണം ആലോചിച്ചതിനും. വേണ്ട. അടുത്തത് ഇപ്പൊ ഈ കല്യാണ ചെക്കന്റെ വേഷം കെട്ടി ഇറങ്ങിയതിന്. കല്യാണം.
പോയാ അയ്യോ അയ്യോ റോഡിലൊക്കെ നല്ല തിരക്കാണല്ലോ. ഇന്ന് കൂടുതൽ മുഹൂർത്തമുള്ള ദിവസമാണെന്ന് തോന്നുന്നു. കല്യാണ വണ്ടികൾ കുറെ കണ്ടു. അത് പറയാൻ മറന്നല്ലോ, ഇന്ന് ശാരദാമ്മയുടെ മകൾ ശാലിനിയുടെ വിവാഹം. ഇന്നലെ ഞാൻ അറിഞ്ഞത്. ആണോ? എടാ, എന്നിട്ട് നീ അറിഞ്ഞില്ലടാ അത്? അറിഞ്ഞു. ഇവനും ആ വിവാഹമായിട്ട് എന്താ ബന്ധം? അത് നീ മറന്നോ ഭാമേ? ആ, രാജേശ്വരിയുടെ അനുജൻ ബാലേന്ദ്രനുമായി ശാലിനിയുടെ വിവാഹം നിശ്ചയിച്ചെന്നും അത് തടസ്സങ്ങളൊന്നുമില്ലാതെ നടത്താൻ സഹായിക്കണമെന്നും പറഞ്ഞ് രാജേശ്വരി നമ്മുടെ വീട്ടിൽ വന്നിരുന്നല്ലോ. ആ, രാഘവേട്ടൻ പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ട്. ആ റബ്ബർ എസ്റ്റേറ്റുമായി വീണ്ടും കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്നായിരുന്നു രാജേശ്വരിയുടെ ഭയം. അവനെ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇവനെയാ വിഷ്ണുവിനെയാ അന്ന് ചുമതലപ്പെടുത്തിയിരുന്നത്. അതെന്തായെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അവനെ കൊണ്ട് ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അച്ഛാ. അവൻ പോയി. പോയിന്നോ? എങ്ങോട്ട്? എന്നേക്കായിട്ട് പോയതാ. ഇനി തിരിച്ചു വരില്ല. എന്ന് പറഞ്ഞാ മരിച്ചെന്നാണോ? മരിച്ചു. അത് നന്നായി. ചിലപ്പോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയും ചില മണ്ടന്മാരുണ്ട്. ഓരോരോ പെണ്ണുങ്ങളുടെ പിന്നാലെ സങ്കല്പ സാമ്രാജ്യത്തിൽ പ്രേമത്തിൽ മുഴുകി അങ്ങനെ അങ്ങ് നടക്കും. അവർക്ക് തിരിച്ചിങ്ങോട്ട് പ്രേമമില്ലാന്ന് മനസ്സിലാകുമ്പോ ചിലപ്പോ കയറി അങ്ങ് ചത്തുകളയുകയും ചെയ്യും. കഷ്ടം. അവനേതായാലും ആ പെണ്ണിനെ അപകടപ്പെടുത്താനോ മുഖത്ത് ആസിഡ് ഒഴിക്കാനോ ഒന്നും നിന്നില്ലല്ലോ. അത്രയും ഭാഗ്യം കരുതിയാ മതി. അതെന്തോ ആവട്ടെ. ഏതായാലും ആ ബാലേന്ദ്രൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം കണ്ടറിയാം. അങ്ങനെയൊന്നും ഇല്ല രാഘവേട്ട. ചില പയ്യന്മാരൊക്കെ കല്യാണം കഴിയുമ്പോ അങ്ങ് നന്നാവൂന്നേ. അത് പെണ്ണിന്റെ മിടുക്ക് പോലെ ഇരിക്കുമെന്ന എന്റെ അഭിപ്രായം. ദാ ഇവന്റെ കാര്യം തന്നെ കണ്ടില്ലേ? കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഇവനെ കുടുക്കി കളഞ്ഞില്ലേ നമ്മുടെ സുസ്മിത. അതാ പെണ്ണിന്റെ മിടുക്ക്. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.